അമിത്ഷാ നിങ്ങൾ എവിടെയാണ്? വിദ്യാഭ്യാസമുള്ള പിള്ളേർ രാജ്യത്തെ ഫെയിൽഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെതിരെ നടത്തിയ സമരം മുതൽ അമിത്ഷാ ഒളിവിലാണ്. പിള്ളേരെ തോക്ക് ചൂണ്ടിയും ലാത്തിക്കടിച്ചും ഓടിക്കാമെന്ന് കരുതിയ അമിത്ഷായ്ക്ക് അത് നടപ്പാകാത്തതിലുള്ള സങ്കടമാണോ ഈ ഒളിച്ചിരിക്കലിന് പിന്നിൽ? അതോ പ്രതിപക്ഷം ഇതിനെപ്പറ്റി ചോദിക്കുമെന്നുള്ള പേടിയിലാണോ അമിത്ഷാ പാർലമെന്റിലെത്താത്തത്? आपके प्रधानमंत्री की कॉन्फिडेंस को हमने उड़ा दिया। आपके प्रधानमंत्री भाषण में आ ही नहीं पा रहे और मैं आपको एडवांस में बता देता हूं मेरे भाषण में कभी नहीं आएंगे। ജൂലൈ 20 രാജ്യതലസ്ഥാനത്ത് കുട്ടികളെ അതിക്രൂരമായി മർദ്ദിച്ച അതേ ദിവസമാണ് പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ ആരംഭിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അന്ന് വന്ന് രാജ്യത്തെ യുവാക്കളെ പൊക്കിയൊരു ഡയലോഗ് അടിച്ചിട്ട് വീട്ടിൽ കയറിയതാണ്. പിന്നെ റീലോട് റീലാണ്. അമിത്ഷാ അണ്ണനെയാണെങ്കിൽ റീലിൽ പോലും കാണാനില്ല. ജൂലൈ 21 മുതൽ ഇങ്ങോട്ട് 19 ദിവസമായി അമിത്ഷാ ഒളിവിലാണ്. ഇതിനിടയ്ക്ക് എത്ര ബില്ലുകളാണ് സഭയിൽ വന്നത്? ഇത് അവതരിപ്പിക്കാനോ അഭിപ്രായം പറയാനോ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാനോ ജിക്ക് സമയമില്ല. ദേശീയ ബഹുമതി അനാദരിക്കൽ തടയൽ ബിൽ, പരീക്ഷാ നടത്തിപ്പ് ഭേദഗതി ബിൽ, വന്ദേ മാതരം ബിൽ, ജനന മരണ രജിസ്ട്രേഷൻ ബിൽ ഇവയൊക്കെ സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് അമിത്ഷാ ഒളിവിലിരിക്കുമ്പോഴാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ ഇൻസ്റ്റാഗ്രാം പിള്ളേരോട് മുട്ടിയപ്പോൾ ഒന്ന് കാലിടറിയെന്ന് കരുതി നിങ്ങളിങ്ങനെ ഒളിച്ചിരിക്കില്ലേ ജി? പാർലമെന്റിന്റെ അടുത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എങ്കിൽ പിന്നെ അകത്തേക്കൊന്ന് കയറിക്കൂടെ? എപ്പോഴും നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാമെന്നുള്ള നിങ്ങളുടെ പ്ലാൻ ചെറുതായി ഒന്ന് പാളിയെന്ന് കരുതി സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടരുത്. എന്തായാലും മെറ്റ ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ച് ജെൻസി പിള്ളേരുടെ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യാൻ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ജിയുടെ വീഡിയോ മാത്രം ജനങ്ങൾ കണ്ടാൽ മതി പോലും. അല്ലേലും ഈ വിദ്യാഭ്യാസമുള്ളവരൊക്കെ രാജ്യത്തിന് ഭീഷണിയാന്നേ. ഇതിന്റെ ഇടയിൽ കൂടെ അമിത്ഷാ മാസാന്ന് പറഞ്ഞൊരു ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ. होम मिनिस्टर अमित शाह वो इंसान है जिसका नाम सुन करके सारे आतंकवादी उग्रवादी कांप उठते हैं। जिस दिन यहाँ चर्चा शुरू होगी गृह मंत्री अमित शाह का जब यहाँ जवाब होगा आप लोग सुन नहीं पाएगा। മീഡിയനെ പേടി, ജെൻസി പിള്ളേരെ പേടി, പ്രതിപക്ഷത്തെ പേടി. എന്നാലും അമിത്ഷാനെ കണ്ട തീവ്രവാദികൾക്ക് മുട്ടിടിക്കും പോലും. കിരൺജി അമിത്ഷാനെ വിളിച്ച് ഇങ്ങനെ പേടിച്ചിരിക്കാതെ സഭയിൽ വരാൻ പറയണം. എന്തായാലും കുറച്ച് കള്ളമൊക്കെ പറയേണ്ടി വരും. അത് നിങ്ങൾ ഒരുമിച്ച് പറയാമെന്ന് പറയും.